അതിനേക്കാൾ മുമ്പുള്ളൊരു ചരിത്രം പറയാം. അതായത് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ 4 പേരും നായകന്മാരായിട്ട് അഭിനയിച്ചത്. ദിലീപ്, ഞാൻ, അശോകൻ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, സുരേഷ് ഗോപി, സുരേഷ് ചേട്ടനായിരുന്നു അല്ലാത്ത ഗസ്റ്റ് അപ്പിയറൻസ് എന്നല്ല, ആ പടത്തിൻ്റെ ബിസിനസ് പോയിന്റ്. കുഷ്ബു ഉണ്ടായിരുന്നു, കുഷ്ബു മാം. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ മറ്റേ നമ്മുടെ 6 ഷീറ്റ് പോസ്റ്ററുകളാണ് അന്ന്. അതിങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് മോൾക്കറിയാമോ? അത് അതിനറിയാമോ? ആ ചെറിയ ചെറിയ ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലത്തെ, ഇതിപ്പോൾ 4 ഷീറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ പല ഒട്ടിച്ച് വെക്കുമ്പോഴാണ് ഒരു പോസ്റ്റർ ആകുന്നത്. അത് 4 ഷീറ്റ് 6 ഷീറ്റ് അതുപോലത്തെ 6 പീസുള്ളത്. അതാണ് വലിയ പോസ്റ്റർ. അപ്പോൾ ഈ 6 ഷീറ്റ് പോസ്റ്റർ നമ്മുടെ ആൽവിൻ ആൻ്റണി ചേട്ടൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിന്, എനിക്കാണ് കവിതാ തിയേറ്ററിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ, അതിനെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ വലിയ തലയൊക്കെ ആയിട്ട് അപ്പോൾ കിട്ടിയ സന്തോഷം, അതാണ് ഫീല്. അന്ന് ദിലീപൊക്കെ കണ്ണൊക്കെ അറിഞ്ഞ് മാറിയെന്ന് കരയാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ വലിയൊരു തലയുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴാണ് ഫസ്റ്റ് നമുക്ക് കണ്ണു പറയണത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഞാൻ ഏറ്റവും അധികം വായി നോക്കി നടന്നത് ഡാഷ് കോളേജിന് മുമ്പിലൂടെയായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് സെന്റ് പോൾസ് കോളേജാണ്, കളമശ്ശേരി. അവിടെ ആ കോളേജിൽ ഒരു പ്രാവശ്യം കോളേജ് ഫംഗ്ഷൻ നടന്ന സമയത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് സ്വന്തം ബൈക്കൊന്നുമില്ല, എൻ്റെ ഏതൊരു ഫ്രണ്ടിൻ്റെ ബൈക്ക് മേടിച്ച്, ഈ ബൈക്കിന് ചെത്തി നടന്ന ഏതെങ്കിലും പെങ്കൊച്ച് വീഴുമെന്ന് വിചാരിച്ചിട്ട് ബൈക്ക് മേടിച്ച് ആ കോളേജിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ കംപ്ലീറ്റ് പിള്ളേരിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഈ അന്ന് ടാർ ചെയ്തേക്കുന്ന റോഡല്ലേ, ഈ ചരൽ ഉള്ള, അവിടെ സ്കിഡ് ചെയ്തിട്ട് ഞാനൊരു വീഴ്ച വീണ്. പെൺപിള്ളേരാരും വീണില്ലെങ്കിലും വേറെ ആരും വീണെങ്കിലും പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് TC മേടിക്കാൻ കാരണം തന്നെ ആ വീഴ്ചയായിരുന്നു. കാരണം അത്രയും വലിയ നാണക്കേടായി. കൂവലെന്ന് പറഞ്ഞ ഒടുക്കത്തെ കൂവലായിരുന്നു ചുറ്റുന്നു. അതായത് നമ്മളൊന്ന് വീണാൽ മറ്റുള്ളവർക്ക് വലിയ സന്തോഷമാണ്. അന്ന് തൊട്ടുണ്ട് അത്. അല്ലാണ്ട് വെറുതെ വീഴുമ്പോൾ ചിലപ്പോൾ സഹതാപം ഉണ്ടാവും. പക്ഷെ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ നോക്കിയിട്ട് അവൻ കൊള്ളാലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചുറ്റിനും നിന്നിട്ട് അവൻ കൊള്ളാമെന്ന് പറയുന്ന സമയത്ത് അവനൊരു വീഴ്ച വീണാൽ വലിയ സന്തോഷമായിരിക്കും കാണുന്നവർക്ക്. അത് അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ എവിടെ വെച്ചായിരുന്നു അല്ലേ? എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ 4 വയസ്സിൽ. അപ്പോൾ മുതലേ കലാകാരനായിരുന്നു. ആദ്യത്തെ പ്രൊഫഷണൽ സ്റ്റേജ് ഷോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സുള്ളപ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ കൂനമാവ് സാക്സ് ഓർക്കസ്ട്രയിൽ രാജൻ ആൻ്റണി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയിലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഫഷണൽ സ്റ്റേജ് ഷോ.